ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെൻട്രൽ ഏഷ്യൻ നാടുകളുടെ അവിടുത്തെ ഇസ്ലാമിൻ്റെ ഒരു സാന്നിധ്യം, ആ പ്രദേശങ്ങൾ ഇസ്ലാമിക ലോകത്തിന് നൽകിയ സംഭാവനകൾ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമായുള്ള അവരുടെ ബന്ധം എന്നുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഏഷ്യ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ വരവിന് മുമ്പ് സെൻട്രൽ ഏഷ്യൻ നാടുകളുടെ ഒരു പ്രത്യേകത, അതിനു മുമ്പ് ഉണ്ടായിരുന്ന വിവിധ നാഗരികതകളുടെ ഒരു ചെറിയ രത്ന ചുരുക്കം, ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഒരു അധികാര ശ്രേണിനെ കുറിച്ചുള്ള ഒരു പരാമർശം, പിന്നീട് ഇസ്ലാമിൻ്റെ വരവും അതോടനുബന്ധിച്ചിട്ടുള്ള ഖുലഫാഉ റാഷിദുകൾ, ഉമയ്യ, അബ്ബാസി, ഉമവി, അതുപോലെ തന്നെ ഉസ്മാനി, പിന്നീട് വിവിധ മുസ്ലിം ചെറുതും വലുതുമായ ഡൈനാസ്റ്റികളുടെ സാന്നിധ്യം, ഇതൊക്കെയും ചെറുതായിട്ട് നമുക്കൊന്ന് പരാമർശിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നോളജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സംഭാവനകൾ, ആ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിവിധ യാത്രയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ നൽകിയ സേവനങ്ങൾ, ഇവരുടെ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുപോലെ നബി കുടുംബത്തിൻ്റെ സാന്നിധ്യം, അത് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെട്ട ചരിത്രത്തിൻ്റെ പരാമർശം, അതിനുശേഷം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ ഒരു മുസ്ലിം സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫ്രെയിംവർക്കിൽ നിന്നായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക. ആദ്യമേ തന്നെ നമ്മളുടെ ഒരു വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ഈ സെൻട്രൽ ഏഷ്യൻ നാടുകളെ കുറിച്ചുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ധാരണ നമുക്ക് വേണം. ഈ ഒരു പ്രദേശത്തിന് അറബിയിൽ മാവറാഉൻ നഹർ എന്ന് വിളിക്കുന്നത് കാണാം. അതിനു മുമ്പ് തന്നെ ഈ ഭാഗം BC കാലഘട്ടത്തിൽ, അലക്സാണ്ടറിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അലക്സാണ്ടർ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിന് ട്രാക്സോസിയാന എന്ന പേര് നൽകിയത് എന്ന് പറയുന്ന ചില ചരിത്ര രേഖകൾ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം BC 4-ാം നൂറ്റാണ്ടിലാണ് ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. പിന്നീട് അലക്സാണ്ടറിൻ്റെ കാലഘട്ടത്തിന് ശേഷവും അവിടെ പേർഷ്യൻ സാമ്രാജ്യം ശക്തമായി പിടിമുറുക്കുകയും സാസാനി രാജവംശം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിലും മറ്റു ചില ഭരണകർത്താക്കൾ ഉണ്ടാവുന്നെങ്കിൽ പോലും പ്രമുഖമായ രാജഭരണകൂടങ്ങളെയും അല്ലെങ്കിൽ സാമ്രാജ്യത്തെയുമാണ് ഞാൻ പരാമർശിക്കുന്നത്. ഈ മെസപ്പൊട്ടോമിയക്കാരായ അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ കാലഘട്ടത്തിന് ശേഷം പ്രമുഖമായ ഒരു പവർഫുള്ളായ എംപയറായി രൂപപ്പെടുന്നത് സാസാനികളുടെ കാലഘട്ടമാണ്. അവരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വിവിധ നാഗരികതക്കും അതിൻ്റെ ഇടയിലും സെൻട്രൽ ഏഷ്യൻ, പേർഷ്യൻ, ഈ ഭാഗത്തൊക്കെയും രൂപപ്പെടുന്നത് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ സെൻട്രൽ ഏഷ്യ എന്ന് വിളിക്കുന്നതിന് പണ്ട് കാലത്ത് വിശാലമായ ഒരു ലോകമുണ്ടായിരുന്നു. പേർഷ്യ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം അതിൻ്റെ കൂടി വിപുലമായ ഒരു ലോകമായിട്ടാണ് ട്രാൻസോക്സിയാന അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങൾ, പിന്നീട് അറേബ്യൻ ലിറ്ററേച്ചർ അറിയപ്പെടുന്ന പോലെ ഖുറാസാൻ എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം ഈ ഒരു സെൻട്രൽ ഏഷ്യ, മാവറാഉൻ നഹർ എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളായി നമുക്ക് കാണാം. ഇതിന് ശേഷമാണ് ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു വരവുണ്ടാവുന്നത്. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ഇസ്ലാമിൻ്റെ വരവ് ഈ പേർഷ്യൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ വരവിന് മുമ്പ് നിരവധി നാഗരികതകൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ, മതപരമായ ബന്ധമുണ്ടായിരുന്ന വിവിധ സംസ്കാരങ്ങൾ അവിടെ നിലനിന്നിരുന്നു. ജൊറാസ്ട്രിയനിസം, പാഴ്സികളെന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സരതുഷ്ട്രർ എന്ന ഒരു ദൈവികത വാദിച്ച അല്ലെങ്കിൽ ഒരു പ്രവാചകത്വം വാദിച്ച, അങ്ങനെ ഒരു ഡിവൈനായ ഒരു കഥാപുരുഷനോട് ചേർന്ന് നിൽക്കുന്ന കൺസെപ്റ്റാണ് സൊറാസ്ട്രിയനിസം. നമ്മളിന്ന് മജൂസികൾ എന്നൊക്കെയും അവരെ വിളിക്കാം. പിന്നീട് ഒരു പാഴ്സികൾ എന്ന പേരിലാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മതമായിരുന്നു. പിന്നീട് ബുദ്ധമതം ആ ഭാഗത്ത്
കൂടുതൽ ഭാഗങ്ങളിലേക്ക്, സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും ഇറാനിൻ്റെയും നല്ല ശതമാനം ഭാഗങ്ങളിലേക്കും ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് നന്നായി വ്യാപിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മൈഗ്രേഷൻ്റെയും ആശയത്തിൻ്റെ ആദാനപ്രദാനങ്ങളെയും സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നും ഇവിടുന്നും സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്കുമുള്ള ഒരു ആശയത്തിന്റെ വിതരണം നമുക്ക് കാണാം. അത് ബുദ്ധമതത്തിന്റെയും ഹിന്ദുമതത്തിന്റെ ചില അംശങ്ങളും പരക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ജൈനമതത്തിന്റെയും ചില സാന്നിധ്യങ്ങളും നമുക്ക് പിൽക്കാലത്ത് കാണാം. അപ്പോൾ ബുദ്ധമതം, അതിൻ്റെ കൂടെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വ്യാപനം ഉണ്ടാവുന്നു. മനിക്കേയിസം എന്ന് പറയുന്ന മറ്റൊരു മതത്തിന്റെ ഒരു സാന്നിധ്യം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. മസ്ദക്കിസം എന്ന് പറയുന്ന ഒരാളിനോട് ചേർത്ത് വെച്ച് ഉള്ള ഒരു മതത്തിന്റെ ഒരു ആശയ സംഹിത ആ ഭാഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഇസ്ലാമിന്റെ വരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാഉർ റാഷിദയുടെ ഒരു കാലഘട്ടത്താവുന്നതോടുകൂടി ഏകദേശം മായാൻ തുടങ്ങുന്ന ഒരു പശ്ചാത്തലം, രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം അവിടെ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലെ നിരവധി ട്രൈബൽ കമ്മ്യൂണിറ്റി കൂട്ടമായി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു. നിരവധി ചെറുതും വലുതുമായ നിരവധി ഗോത്രവർഗങ്ങളുണ്ട്. അതായത് കാർലുക്ക് പോലെ, കിമെക് പോലെ, കിപ്ചാക്ക് പോലുള്ള നിരവധി ട്രൈബൽ സൊസൈറ്റി ഈ സെൻട്രൽ ഏഷ്യൻ, പേർഷ്യൻ ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അതിൽ ഒരു പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ പോലും വളരെ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓഗൂസ് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഓഗൂസ് ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും 4000 വർഷങ്ങൾക്ക് പോലും മുമ്പുണ്ടായിരുന്ന ഒരു തുർക്കിക് വംശങ്ങളുടെ ഒരു ഏകീകരിച്ച ഒരു നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഓഗൂസ് ഖാൻ. നമുക്ക് പിന്നീട് വന്ന ഏകദേശം എല്ലാ മുസ്ലിം ഡൈനാസ്റ്റികളും ഈ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുന്നത് കാണാൻ കഴിയും. തങ്ങളെല്ലാവരും ഓഗൂസ് തുർക്ക് ട്രൈബൽ ഭാഗമാണ് എന്ന് സ്വയം വാദിക്കുന്ന തരത്തിലേക്ക് ഈ ഓഗൂസ് ട്രൈബ് അത്രയും വിശാലമായി ഈ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് കാണാം. അത് അൽബിറൂനി അദ്ദേഹത്തിന്റെ കിതാബുൽ ആസാറുൽ ബാഖിയ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഈ ഗോത്രങ്ങളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് നിരവധി ട്രൈബൽ സൊസൈറ്റി ജീവിക്കുക, അവിടെ ഉണ്ടായിരുന്ന അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാസാനി രാജവംശം ദുർബലമായിരുന്നെങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സൂറത്തുർ റൂമിൽ ഈ ഒരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തിൽ തന്നെ ഒലിബത്തുർ റൂം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നത് കാണാം. അതായത് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ നേതൃത്വമുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം തകരുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഒരു മാനസിക വ്യഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്, ഇപ്പോൾ റൂമുകാർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ബിൽസിനീൻ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ റോമക്കാർ വീണ്ടും ജയിക്കും എന്ന് പറയുന്ന ഒരു പരാമർശം സൂറത്ത് റൂമിലുണ്ട്. അത് പേർഷ്യക്കാരും സാസാനി രാജവംശവും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള ജയപരാജയങ്ങളുടെ ചരിത്രമാണ് സൂറത്ത് റൂമിൽ പരാമർശിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഒരേ ആശയം, വ്യത്യസ്ത മതവിഭാഗങ്ങളാണെങ്കിൽ പോലും സെമിറ്റിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ചരിത്ര പാരമ്പര്യം ചേർത്ത് വെക്കാൻ പറ്റുന്ന മതപാരമ്പര്യം ഉള്ള റോമൻ സാമ്രാജ്യത്തോടുള്ള സപ്പോർട്ടാണ് ഒരുപക്ഷെ നമുക്ക് സൂറത്ത് റൂമിന്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ കാണുവാൻ കഴിയുന്നത്. ആ ഒരു ചരിത്രം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാണാം. പിന്നീട് യഥാർത്ഥത്തിൽ റോമൻ സാമ്രാജ്യത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ സൈനികപരമായ അല്ലെങ്കിൽ ജിഹാദി ഒരു കാൽവെപ്പ് സംഭവിക്കുന്നത് അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഖാദിസിയ യുദ്ധത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഏകദേശം AD 636 അദ്ദേഹം ഖാദിസിയ യുദ്ധം സംഭവിക്കുന്നു. ആ ഭാഗത്ത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാസാനി രാജവംശത്തിന്റെ ആ പ്രൊവിൻസിനെ പരാജയപ്പെടുത്തുകയും അത് പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കുള്ള, സാസാനി സാമ്രാജ്യത്തിലേക്കുള്ള പ്രധാന കാൽവെപ്പായി മാറുന്നു. അതേ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ 642 നഹാബന്ദ് യുദ്ധം സംഭവിക്കുന്നു. ഈ നഹാബന്ദ് യുദ്ധത്തിലാണ് മുസ്ലിം സൈന്യം ഖുറാസാൻ അടക്കമുള്ള, സിസ്താൻ അടക്കമുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥലങ്ങൾ മുസ്ലിം ഖിലാഫത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു യുദ്ധത്തോടു കൂടി
അവിടെ ഉണ്ടായിരുന്ന സാസാനി രാജവംശത്തിന്റെ എംപറർ ആയിരുന്ന യസ്ദഗിർദ് മൂന്നാമൻ അവിടുന്ന് രക്ഷപ്പെടുകയും ആ ഭാഗങ്ങൾ മുഴുവനും ഖിലാഫത്തിന്റെ കീഴിലേക്ക് വരികയും ചെയ്യുന്നു. ഈ യസ്ദഗിർദ് മൂന്നാമൻ പല ഭാഗങ്ങളിലും മെറുവടക്കമുള്ള അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം എത്തിപ്പെടാൻ ശ്രമിക്കുകയും പക്ഷെ അവിടുന്നൊക്കെ ആട്ടി ഓടിക്കപ്പെടുകയും അവസാനം വഴിയിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ മകൻ ഫിറോസ് എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ മകൻ പിൽക്കാലത്ത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സാസാനി രാജവംശം ഇല്ലാതായി പോകുന്ന ചരിത്രമാണ് ഉണ്ടാവുന്നത്. ഇദ്ദേഹത്തിന്റെ ശേഷം 3 രാജാക്കന്മാർ എങ്കിലും യസ്ദഗിർദിന്റെ ശേഷം ഈ ബാക്കി വന്ന സാസാനി രാജവംശത്തെ സെൻട്രൽ ഏഷ്യയിൽ പരന്നു കിടക്കുന്ന ഇന്നത്തെ ഇറാനിലും ഇറാഖിലും പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഭരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് വന്ന മുസ്ലിം ആൾക്കാരുടെ സൈന്യത്തിന് അവരുടെ ആധിപത്യം ഉള്ളത് കൊണ്ട് അവർ തകർന്നടിഞ്ഞു പോകുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലേക്ക്, അതായത് സെൻട്രൽ ഏഷ്യ അടക്കി വാണ സാസാനി രാജവംശത്തെ ഇല്ലാതാക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെയാണ്. ഇതിനെ പറഞ്ഞുകൊണ്ട് അല്ലാമ ഇഖ്ബാലിന്റെ അദ്ദേഹത്തിന്റെ സ്ട്രേ റിഫ്ലക്ഷൻ ദ പ്രൈവറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വളരെ ചെറിയ വാക്കുകളുള്ള ഒരു ബുക്ക് ഉണ്ട്. അദ്ദേഹം അല്ലാമ ഇഖ്ബാൽ അതിൽ പറയുന്നത് എങ്ങനെയാണോ റോമക്കാർക്ക് ഗ്രീക്കിന്റെ വിജയം അവരുടെ നാഗരികതയുടെ വലിയ സഹായമായി മാറിയത്, അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ പേർഷ്യയുടെ ഈ വിജയം, അതായത് ഞാൻ പേർഷ്യ എന്ന് പറയുന്നത് അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഒട്ടുമിക്ക സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പേർഷ്യയുടെ വിജയം, നെഹാവന്ത് ബാറ്റിൽ മുസ്ലിങ്ങളുടെ വിജയം അത് റോമക്കാരുടെ ഗ്രീക്ക് വിജയം പോലെ വലിയ ഒരു സംഭാവനകൾ അർപ്പിച്ച, അവരുടെ ഈ മുസ്ലിങ്ങളുടെ ഭാവിയിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു വിജയമായിട്ട് അദ്ദേഹം പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലമാണ് പിന്നീട് നെഹാവന്ത് യുദ്ധം ഉണ്ടാവുന്നു. പേർഷ്യയിലെ ബാക്കി ഭാഗങ്ങളും കൂടി മുസ്ലിങ്ങൾ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. ഉമർ അള്ളാഹുവിന്റെ കാലത്താണ് ഈ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുന്നത്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് 653-54 കാലങ്ങളിൽ ഈ ഓക്സുക് എന്ന് പറയുന്ന, അതായത് സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക ഇന്നത്തെ പ്രദേശങ്ങളും കവർ ചെയ്യുന്ന ആ നദീഭാഗങ്ങളിൽ കവർ ചെയ്യുവാനും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് കഴിഞ്ഞു. തിർമുദ് പോലുള്ള അമുൽഷാത്ത് പോലുള്ള പ്രദേശങ്ങളൊക്കെയും ക്രോസ് ചെയ്യുവാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് കഴിഞ്ഞതായി നമുക്ക് ചരിത്രം കാണാം. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ ഓക്സൂസ് നദിയുടെ ആ ഒരു ചരിത്ര പശ്ചാത്തലം മുന്നിൽ വെച്ചുകൊണ്ടാണ് മാവറ ഉൻ നഹർ എന്ന പേര് പോലും വന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് 674 മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കുമുള്ള ഒരു വലിയ സൈനിക മുന്നേറ്റം സംഭവിക്കുന്നത്. ഏകദേശം മുആവിയ റളിയല്ലാഹുവിന്റെ 674 ആ കാലങ്ങളിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക ജനറലിനെ, മിലിറ്ററി ജനറലിനെ ഈ ഓക്സൂസ് മാവറ ഉൻ നഹർ കടക്കുവാൻ കൽപ്പിക്കുകയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഈ ബുഖാറ ഭാഗത്തുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ബുഖാർ ഖുദാത്ത് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ആ പ്രദേശം മുഴുവനും ഉമയ്യാക്കളുടെ, അതായത് പിന്നീട് ഉമയ്യ ഡൈനാസ്റ്റിയുടെ തുടക്കമാണല്ലോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണം മുതൽ. അപ്പോൾ ഉമയ്യ കാലഘട്ടത്തിലേക്ക് അത് ചേർത്ത് വെക്കുന്ന ചരിത്രം മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടക്കം തന്നെ സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഈ ഉമയ്യ ഡൈനാസ്റ്റിയിലെ പ്രധാന ഭരണാധികാരിയായ വലീദ് ഒന്നാമന്റെ കാലത്താണ് ഇതിന്റെ ഒരു ബാഹുല്യം, ഈ പ്രദേശങ്ങളുടെ ഏകദേശം ഒട്ടുമിക്ക പ്രദേശങ്ങളും ഈ ഖിലാഫത്തിന്റെ കീഴിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം 705 മുതൽ 715 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഖലീഫ വലീദ് ഒന്നാമന്റെ മിലിറ്ററി ജനറൽ ആയിരുന്ന ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി, അദ്ദേഹം ഏകദേശം 705 മുതൽ 715 വരെ 10 വർഷം നീണ്ടു നിന്ന സെൻട്രൽ ഏഷ്യൻ സൈനിക പര്യടനം ഒട്ടുമിക്ക ഭാഗങ്ങളും ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതും, അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ പിൽക്കാലത്ത് ഒരു വലിയ വിപ്ലവങ്ങളിലേക്ക് വഴിതെളിച്ചു എന്നതും നമുക്ക് കാണാം. അതൊക്കെയും
ഏകദേശം നമുക്ക് വലീദ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. ബുഖാറ പോലുള്ള ഭാഗങ്ങൾ കീഴടക്കുന്നതും, പായ്ക്കന്ത് 706, 709 കാലങ്ങളിൽ ആ ഭാഗങ്ങൾ കീഴടക്കുന്നു. അതുപോലെ തന്നെ താർഖാൻ ഭാഗങ്ങൾ കീഴടക്കുന്നു. സമർക്കന്ത് ഭാഗങ്ങൾ ആ ഭാഗത്ത് അദ്ദേഹം കീഴടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 707 712 ഭാഗങ്ങളിൽ ഈസ്റ്റേൺ ഭാഗത്തുള്ള തുർക്കി ഗോത്രങ്ങളെ മുഴുവൻ അദ്ദേഹം കീഴടക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇറാനിയൻ കൾച്ചറിനെ പേറുന്ന വിവിധ നേതാക്കന്മാരുണ്ടായിരുന്നു. താർഖാൻ നിസാക്ക് പോലുള്ള ആൾക്കാർ, അതായത് തുഖാരിസ്ഥാൻ എന്ന് പറയുന്ന ഇറാന്റെ ഒരു ഫ്രണ്ടിയർ റീജിയൻ ആണ്. ആ ഭാഗത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതുപോലും ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. സേർദറിയ ലാൻസുകൾ ഖിലാഫത്തിലേക്ക് കൊണ്ടുവരുന്നു. 712 ഖവാറിസും ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഏകദേശം 715 വരെയെങ്കിലും 705 മുതൽ 15 വരെയെങ്കിലും ഇന്നത്തെ സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഉമയ്യ ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തത് ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലിയാണ്. അങ്ങനെ 715 ഉമയ്യ ഖിലാഫത്തിലുണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ ഒരു വലിയ സൈനിക മുന്നേറ്റമാണ് ഉമയ്യ ഖിലാഫത്തിൽ സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഈ ഖുതൈബത്ത് ബിൻ മുസ്ലിമിന്റെ ഒരു ശക്തമായ സൈനിക നേതൃത്വം അവിടെ ഇല്ലാതാവുന്നതോടുകൂടി ഒട്ടുമിക്ക ഭാഗങ്ങളിലും പിന്നീട് റിബല്യൻ ഉണ്ടാവുകയും ചില ഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം തന്നെ 728 പശ്ചാത്തലത്തിൽ വീണ്ടും അവിടെ മുസ്ലിം സൈനിക സാന്നിധ്യം ഉണ്ടാവുകയും, എന്നാൽ ഈ മുസ്ലിം സൈനിക സാന്നിധ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന വിവിധ ട്രൈബൽ നേതാക്കന്മാരെയോ അവരുടെ കോൺഫെഡറേഷനെയോ പെട്ടെന്ന് പരാജയപ്പെടുത്തുന്നതിൽ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഖുറാസാനി ഗവർണറായി നിശ്ചയിക്കപ്പെട്ട അവസാന ഉമയ്യ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടമാണ് 738 750 വരെയുള്ള കാലഘട്ടം. 750 ഉമയ്യ ഖിലാഫത്ത് പതനം ഉണ്ടാവുന്നത്. ആ ഒരു കാലഘട്ടം വരെ അവിടെ ഉണ്ടായിരുന്ന ഉമയ്യാക്കളുടെ പ്രധാനപ്പെട്ട ഗവർണറാണ് നസർ ബിൻ സയ്യാർ അൽ കിനാനി. അദ്ദേഹം ഖുറാസാൻ ഗവർണറാണ്. നമ്മൾ ഖുറാസാന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഇന്നത്തെ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഖുറാസാൻ. അതുകൊണ്ട് തന്നെ ഖുറാസാൻ കീഴടക്കുക എന്നത് സെൻട്രൽ ഏഷ്യ കീഴടക്കുന്നതിന്റെ അതായി മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഭാഗത്തേക്ക് ഗവർണറായി നിശ്ചയിക്കുക എന്നതിന്റെ അർത്ഥം ഒട്ടുമിക്ക ഖുറാസാനി ഭാഗങ്ങളും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും കീഴടക്കി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നസർ ബിൻ സയ്യാർ അൽ കിനാനി 738-48 കാലങ്ങളിൽ 750 വരെയുള്ള കാലങ്ങളിൽ അദ്ദേഹം ആ ഭാഗങ്ങളിലേക്ക് പോവുകയും ഇന്നത്തെ ട്രാൻസോസിയാന സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും ഫെർഗാന അടക്കമുള്ള ഭാഗങ്ങളും എല്ലാം അദ്ദേഹം കീഴടക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിലാണ് 740 ശേഷം, അല്ലെങ്കിൽ കറക്റ്റായി പറയുകയാണെങ്കിൽ 45 ശേഷം ഈ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ അബ്ബാസി റവല്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഭാഗങ്ങളിലെ ഏറ്റവും സുപ്രധാനിയായ ലീഡറായിരുന്നു അബു മുസ്ലിം ഖുറാസാനി. അതായത് അബ്ബാസി റവല്യൂഷന് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് ഒരു വലിയ ബാക്ക് ബോണായി പ്രവർത്തിച്ച ആളാണ് അബു മുസ്ലിം ഖുറാസാനി. ഇദ്ദേഹമാണ് അബ്ബാസി റവല്യൂഷനെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും അബ്ബാസി ഖിലാഫത്തിന്റെ ഉദയത്തിന് പോലും പ്രധാന സഹായി മാറിയത് പോലും സെൻട്രൽ ഏഷ്യക്കാരനായ ഖുറാസാനിയായ അബു മുസ്ലിം ഖുറാസാനി എന്ന് നമുക്ക് അറിയാം. അങ്ങനെ നസർ ബിൻ സയ്യാർ അവസാനം അവിടുന്ന് പിൻവലിയേണ്ടി വരികയും പിന്നീട് ഈ അബ്ബാസി ആർമിയുടെ കയ്യാൽ നസർ ബിൻ സയ്യാർ വധിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാം. പിന്നീട് അബ്ബാസികളുടെ 750 ശേഷം അബ്ബാസ് ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുന്നു. അബ്ബാസികളുടെ കീഴിലേക്ക് ഈ ഭാഗങ്ങൾ മുഴുവൻ വരുന്നു. ഇവിടെ ഈ രണ്ട് ഡൈനാസ്റ്റികളുടെയും ഒരു ഡൈനാമിസം നമ്മൾ മനസ്സിലാക്കണം, ജിയോ പൊളിറ്റിക്കലായ ഡൈനാമിസം. അറബ് കേന്ദ്രീകൃത ഭരണ സംവിധാനമായിരുന്നു ഏറെക്കുറെ ഉമയ്യാക്കൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നോൺ അറബുകളായ തുർക്കി, പേർഷ്യൻ, ഇറാനിയും സെൻട്രൽ ഏഷ്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഗോത്രവർഗങ്ങൾ ഇവർക്കിടയിലെല്ലാം ഉമയ്യാക്കൾക്കെതിരെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്ന കാലഘട്ടം കൂടിയിട്ടാണ്. എന്നാൽ അബ്ബാസികളുടെ നേതൃത്വത്തിലായിരുന്നപ്പോഴോ ഇവർ ഈ വിവിധ ഗോത്രവർഗങ്ങളെ, എത്നിക് വിഭാഗങ്ങളെ, നോൺ അറബുകളെ, അതായത് നമ്മൾ അജം എന്ന അറബിയിൽ വിളിക്കുന്ന നോൺ അറബുകളെ മുഴുവൻ ഏകോപിക്കുകയും അവരുടെ സഹായത്തോടും കൂടിയിട്ടാണ് അബ്ബാസി ഖിലാഫത്തിന്റെ ഉദയം പോലും സംഭവിക്കുന്നത്.
അതിൽ പ്രധാനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബു മുസ്ലിം ഖുറാസാനി. അതുകൊണ്ട് തന്നെ അബ്ബാസി സ്ഥാപകനായ അബുൽ അബ്ബാസ് അഫാഹ്, അതിനുശേഷം ഉണ്ടായിരുന്ന മൻസൂർ, ഇവരുടെയൊക്കെയും സൈനിക ദളങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഭാഗമുണ്ടായിരുന്നത് തുർക്കിക്, പേർഷ്യൻ, ഇറാനിയും അഫ്ഗാനി വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സൈനികരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു തുർക്കിക് ആർമി തന്നെ ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തുർക്കിയും തുർക്കിക്കും രണ്ടും രണ്ടാണ്. തുർക്കിക് എന്ന് പറഞ്ഞാൽ തുർക്കിക് ഗോത്രങ്ങളുടെ ഒരു സങ്കലനത്തെയാണ് തുർക്കിക് എന്ന് പറയുന്നത്. ഏകദേശം സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലെല്ലാം തുർക്കിക് ഗോത്രങ്ങളാണ് ഉള്ളത്. തുർക്കിയല്ല, തുർക്കിക് ഗോത്രങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വിവിധ ഭാഷകൾ ഉണ്ടാവാം, വിവിധ എത്നിക് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. എന്നാൽ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഇവരെയൊക്കെ ഏകോപിക്കാൻ പറ്റുന്ന ഒരു ആശയമുള്ളത് കൊണ്ട് ഇസ്ലാമിലേക്ക് അവർ വരികയും അവർ ഖിലാഫത്തിന്റെ പ്രധാന സൈനിക ദളമായി, സൈനിക വിങ്ങായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അബ്ബാസി ഖലീഫ മുഅ്തസിം 833-42 വരെ കാലങ്ങൾ ഭരിച്ച പ്രധാനപ്പെട്ട ഒരു ഖലീഫയാണ് മുഅ്തസിം. അദ്ദേഹമാണ് ഒരു തുർക്കിക് ആർമിയെ തന്റെ കീഴിലുണ്ടാവുകയും അവര് ഗൽമാൻ അല്ലെങ്കിൽ മവാലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ സ്ലേവ് ആയിരുന്നു. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഖലീഫയുടെ ഒരു റോയൽ ആർമിയായി ഇവർ ഒരു കാലത്ത് മാറുകയും ചെയ്തതായി കാണാം. പിന്നീട് ഇവർ തന്നെ അബ്ബാസി ഖിലാഫത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായ വിഭാഗമായി മാറിയതായി നമുക്ക് പിന്നീട് ചരിത്രത്തിൽ കാണാം. അതായത് ഒരു സൈനിക വിഭാഗം അബ്ബാസി ഖിലാഫത്തിന്റെ ഉദയത്തിന് കാരണമായതുപോലെ തന്നെ അവർ തന്നെ പിൽക്കാലത്ത് ഖിലാഫത്തിന്റെ പതനത്തിലേക്കും തകർച്ചയിലേക്കും നയിച്ചു എന്നതും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇതാണ് നമുക്ക് ഈ അമവി അബ്ബാസി കാലഘട്ടത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 11-ാം നൂറ്റാണ്ട് കഴിഞ്ഞു 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് എത്തുമ്പോൾ മംഗോളുകളുടെ ശക്തമായ അറ്റാക്ക് ഈ ഭാഗത്ത് ഉണ്ടാവുകയും 1227 ചെങ്കിസ് ഖാൻ മംഗോൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ഈ പറയുന്ന ഖവാറസും സെൻട്രൽ ഏഷ്യ അടക്കമുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളാണ് ചാഗ്തായി പോലുള്ള മക്കൾക്കിടയിൽ ഈ ഭാഗങ്ങൾ വിഭജിക്കുകയും അദ്ദേഹത്തിന്റെ ഓരോ മക്കളും ഓരോ ഭാഗത്തേക്കും സ്വതന്ത്രമായ ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ആ മക്കളിൽ ഒരാളാണ് അബ്ബാസി ഖിലാഫത്തിന്റെ പതനത്തിന് കാരണമാവുന്നത്. അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളുമാണ് പിന്നീട് അതുവരെ ഇസ്ലാമിക ലോകത്തിന്റെ ഗോൾഡൻ പീരീഡായി അറിയപ്പെട്ടിരുന്ന ബാഗ്ദാദിന്റെ പ്രദേശങ്ങളും ഇറാൻ ഭാഗങ്ങളും ഇറാഖ് ഭാഗങ്ങളും അടിച്ചു തകർക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുകയും അതൊക്കെയും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ചെങ്കിസ് ഖാന്റെ മക്കളും പേരക്കുട്ടികളുമുള്ള ഒരു ചരിത്രത്തിലാണ്. ആ പേരക്കുട്ടികളിൽ പിന്നീട് വന്ന് ഇസ്ലാമിന് തന്നെ ഏറ്റവും മഹത്തായ സംഭാവനകൾ അർപ്പിച്ച, അതായത് മുസ്ലിം സമുദായത്തിന് ഒരു പൊളിറ്റിക്കൽ പവർ അതോറിറ്റി എന്ന നിലയിൽ ഏറ്റവും വലിയൊരു സംഭാവനകൾ അർപ്പിച്ച ഒരാളാണ് അമീർ തൈമൂർ. 1369 അദ്ദേഹം ഒട്ടുമിക്ക ഈ സമർക്കന്ത്, ബുഖാറ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും ഇന്ത്യയിൽ പോലും കാശ്മീർ അടക്കമുള്ള ഒട്ടുമിക്ക ഭാഗങ്ങൾ പോലും സൈനികമായി വന്ന് കീഴടക്കാൻ പറ്റുന്ന ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയ ആളാണ് അമീർ തൈമൂർ. അദ്ദേഹം പോലും ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടികളിൽ ഒരാളായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത്രത്തോളം സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ പിന്നീട് ഈ ഒരു വളർച്ചയുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ അമീർ തൈമൂറിന്റെ ചരിത്രത്തോടു കൂടി തന്നെ അവിടെ ഒരു മുസ്ലിം പൊളിറ്റിക്കൽ അതോറിറ്റിയാണ് ഉണ്ടാവുന്നത്. അതിനു മുമ്പ് തന്നെ കുബിലായി ഖാനെ പോലുള്ള ചെറിയ ഈ ഇൽഖാനേറ്റ് എന്ന് പറയുന്ന മംഗോളി രാജവംശത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് രാജകന്മാർ സ്വതന്ത്രമായ ഭരണം സ്ഥാപിക്കുകയുണ്ടായി. അവരെ ഇൽഖാനേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനിയാണ് കുബിലായി ഖാൻ. അതുപോലെ വേറെയും പല ഖാൻമാരുമുണ്ട്. അവരൊക്കെയും ആ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കുകയും ആ ഭാഗങ്ങളിൽ അവരുടേതായ തരത്തിലൊരു ഭരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നെങ്കിൽ പോലും ഫുൾ ഫ്ലഡ്ജഡ് ആയ ഒരു ഭരണ സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ട്രൈബൽ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് അവർ ഭരിച്ചിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് 11-12 നൂറ്റാണ്ടിലാണ് ഇതേ തുർക്കിക് രാജവംശങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഗുസ് ഖാന്റെ പിൻതലമുറക്കാരായ വിവിധ മുസ്ലിം ഡൈനാസ്റ്റികൾ സെൻട്രൽ ഏഷ്യൻ, ഇറാനിയൻ, പേർഷ്യൻ, അഫ്ഗാനി, ഖുറാസാനി ഭാഗങ്ങളിൽ ഭരണം നടത്താൻ തുടങ്ങുന്നത്.
അതിൽ പ്രധാനിയാണ് സെൽജൂക്കുകൾ. സെൽജൂക്കുകളുടെ ചരിത്രം നമുക്കറിയാം. അതായത് തുഗ്രിൽ ബേയും ചാഗിരി ബേയുടെയും കാലഘട്ടം തുടങ്ങുകയും അവർ ഈ റേ അടക്കമുള്ള അനത്തോളി അടക്കമുള്ള 2 ഭാഗങ്ങൾ സ്വതന്ത്രമായി ഭരിക്കുകയും പിന്നീട് അവരുടെ മക്കൾ വിവിധ ഭാഗങ്ങളിൽ ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്ത ചരിത്രമാണ് സെൽജൂക്കുകളുടെ ചരിത്രം. ആ ചരിത്രത്തിൽ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ ഖവാറിസം ഷാ എന്ന് പറയുന്ന മറ്റു ചില മുസ്ലിം ഡൈനാസ്റ്റികളും വന്നു. ഇവരൊക്കെയും ഈ തുർക്കിക് പേർഷ്യൻ ചരിത്ര പാരമ്പര്യം ഉള്ള മുസ്ലിം ഡൈനാസ്റ്റിയാണ്. ഖവാറിസം ഡൈനാസ്റ്റി എന്ന പേരിൽ അവർ പിന്നീട് അറിയപ്പെട്ടു. അതുപോലെ തന്നെ വെസ്റ്റേൺ ഏഷ്യ, അസർബൈജാൻ, അർമീനിയ, ഇറാഖ് ഭാഗങ്ങളിൽ പരന്ന മറ്റൊരു ഡൈനാസ്റ്റിയാണ് കറാക്കൊയ്നൂലു എന്നറിയപ്പെടുന്ന ഡൈനാസ്റ്റി. അതിനുശേഷം അതേ സമയത്ത് തന്നെ വേറെ ബയാന്തിർ പോലുള്ള പ്രദേശങ്ങളിൽ ശക്തമായി അതിന് അധീനത അല്ലെങ്കിൽ അധികാരം ഉറപ്പിച്ച മറ്റൊരു ഡൈനാസ്റ്റിയാണ് അക്ക് കൊയ്നൂലു എന്ന് പറയുന്ന ഡൈനാസ്റ്റി. ഇവരുടെയൊക്കെ ബാക്കി പത്രമായി ചരിത്രത്തിൽ രൂപപ്പെട്ടതാണ് ഏകദേശം 14-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ അല്ലെങ്കിൽ 1300-കളിൽ ഉസ്മാനികളുടെ ഉദയം സംഭവിക്കുന്നത്. ഈ ഉസ്മാനികളും ഓഗൂസ് ട്രൈബിലേക്ക് തങ്ങളെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ അഭിമാനിക്കുന്നവരായി ആദ്യകാല ഉസ്മാനി ചരിത്രകാരനായ ഷുക്റുള്ള വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞു വന്നത് എങ്ങനെയാണ് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങൾ ആ ഒരു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലുള്ള മുസ്ലിം ഭരണ മാറ്റത്തിന് വലിയ കാരണമായത് എന്നാണ് പറഞ്ഞു വന്നത്. അതിൽ അമീർ തൈമൂറിന്റെ ഒരു ചരിത്രമുണ്ട്, ഉസ്മാനികളുടെ ചരിത്രമുണ്ട്, സെൽജൂക്കുകളുടെ ചരിത്രമുണ്ട്. പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന ഒട്ടുമിക്ക എല്ലാ ഡൈനാസ്റ്റികളും ഇതേ ഭാഗത്ത് നിന്ന് തന്നെ വന്നതാണെന്ന് പറയാം. അത് ഞാൻ ഉടനെ വിശദീകരിക്കാവുന്നതാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഈ ഒരു ഭരണ സംവിധാനം ഉണ്ടാവുകയും അവിടെ മുസ്ലിം ഭരണം വിവിധ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പരാമർശമാണ് ഞാൻ അടുത്തത് സംസാരിക്കാൻ പോകുന്നത്. അതായത് മുസ്ലിം കാലഘട്ടം അത് നമുക്ക് ഉമയ്യ മുതൽ തുടങ്ങി ഉസ്മാനികളുടെ വരെ കാലഘട്ടങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിലെ ഇസ്ലാമിക സംഭാവനകൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരെയും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചോദ്യം ഉണ്ടാവുന്നത്, ഈ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലെ അറബികളല്ലാത്ത അജമികളായ നോൺ അറബുകളായ അല്ലെങ്കിൽ ഉസ്ബക്ക്, താജിക്ക്, അസർബൈജാൻ അവരുടെ തന്നെ സ്വന്തമായ ഭാഷ സംസാരിക്കുന്ന ഈ മഹാന്മാരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് അറേബ്യൻ ലോകത്ത് അറബികളെക്കാളും വലിയ സ്ഥാനം നേടിയത് എന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ആ അന്വേഷണം ചെന്നെത്തുന്നത് അബ്ബാസികളുടെ കാലഘട്ടത്തിലെ ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന അവരുടെ നോളജ് പ്രൊഡക്ഷന്റെ സോഴ്സിലേക്കാണ്, ആ സ്രോതസ്സിലേക്കാണ്. ആ ഒരു കാലഘട്ടത്തിൽ വിവിധ ലോകങ്ങളിൽ നിന്നുള്ള ഭാഷകളിൽ നിന്നുള്ള ലിറ്ററേച്ചർ അറേബ്യൻ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഇസ്ലാമിക ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അബ്ബാസി ഖിലാഫത്തിന്റെ ബാഗ്ദാദ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമായി മാറുന്നു, റയ്യ് മറ്റൊരു കേന്ദ്രമായി മാറുന്നു, അതുപോലെ തന്നെ ഖുറാസാൻ മറ്റൊരു കേന്ദ്രമാണ്. ഇങ്ങനെ സെൻട്രൽ ഏഷ്യയിലെ പേർഷ്യൻ, ഇറാഖി സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലെ ഒട്ടുമിക്ക സ്ട്രാറ്റജിക് പ്ലേസുകളും അബ്ബാസി ഖിലാഫത്തിന് തന്നെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളായി മാറുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം അബ്ബാസി ഖിലാഫത്ത് എല്ലാ ഭാഷകളെയും എല്ലാ എത്നിക് ഗ്രൂപ്പുകളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഇൻക്ലൂസീവായ സ്വഭാവം ഉണ്ടായിരുന്ന ഖിലാഫത്ത് ആണെങ്കിൽ പോലും അറബ് ഭാഷയ്ക്ക് ഒരു മതത്തിന്റെ ഭാഷ എന്ന നിലയിൽ തന്നെ അറബ് ഭാഷയ്ക്ക് നല്ല പ്രചാരണം നൽകുകയും ചെയ്യുന്നു. അത് ഉമയാക്കളും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ അബ്ബാസി ഖിലാഫത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രചാരം ഉണ്ടാവുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി മതം പഠിക്കണമെങ്കിൽ അറബ് പഠിക്കണമെന്നും എന്നുള്ള ധാരണ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഇറാഖ്, ബാഗ്ദാദ് ഭാഗങ്ങളിലേക്ക്, മക്ക, മദീനൻ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാനമായ ഖൗല് അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്ത് വെക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് അറിവ് വേണമെങ്കിൽ, നോളജ് വേണമെങ്കിൽ, അതിൻ്റെ റൂട്ട് അറിയണമെങ്കിൽ മക്കയിൽ നിങ്ങൾ വരണം. അതിൻ്റെ ബ്രാഞ്ചുകൾ പരന്നു കിടക്കുന്നത് മദീനയിലാണ്. എന്നാൽ അതിൻ്റെ ഇലകൾ പടർന്നു കിടക്കുന്നത് ഇറാഖിലാണ്. അതിൻ്റെ ഫ്രൂട്ട്സ് ഉള്ളത് സെൻട്രൽ ഏഷ്യൻ ഖുറാസാനി ഭാഗത്താണ്. ഇമാം മാലിക് പറഞ്ഞതായി അദ്ദേഹത്തിലേക്ക് ചേർക്കുന്ന ഒരു വാക്കാണ്. അതായത്
ഈ വിജ്ഞാനത്തിന്റെ ഫ്രൂട്ട്സ്, ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നത് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലാണെന്നാണ് ഇമാം മാലിക് പറഞ്ഞതായി ഒരു ചരിത്രത്തിൽ നമുക്കൊരു കൗല് കാണാൻ കഴിയും. അതിൻ്റെ ഫലമാണ്, അതായത് ഈ ഭാഗങ്ങളിലുള്ള നല്ല വിജ്ഞാനാന്വേഷികളായ വിദ്യാർത്ഥികൾ അറേബ്യൻ ഭാഗങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അറേബ്യൻ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകർ ഇവിടെ ദഅവത്തിനായി വരികയോ വിജ്ഞാന വിതരണം നടത്തുകയോ ചെയ്തതിന്റെ ഫലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഒരു ഇസ്ലാമിക വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാവാൻ കാരണമായത്. നമുക്ക് നോക്കാം ചരിത്രത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം 810-870 ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. ഉസ്ബെക്കിസ്ഥാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം. അതുപോലെ തന്നെ ഇമാം മുസ്ലിം അൻ-നൈസാബൂരി, അദ്ദേഹം ഇറാനിയാണ്. അതുപോലെ തന്നെ അൽ ഹാക്കിം നിഷാപൂരി, അദ്ദേഹവും ഇറാനിയാണ്. ഇമാം നസായി, അദ്ദേഹം തുർക്ക്മെനിസ്ഥാനിലാണ് ജനിക്കുന്നത്. ഇമാം തിർമുദി, അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലാണ് ജനിക്കുന്നത്. ഇമാം ഇബ്നു ബാജ, ഇറാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇമാം അബൂ ദാവൂദ്, അദ്ദേഹം സിജിസ്ഥാൻ ഭാഗത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇമാം ബൈഹഖി, പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനും സ്കോളറുമായിരുന്ന ഇമാം ബൈഹഖി, അദ്ദേഹം പേർഷ്യൻ ഇറാനി ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ബൈഹഖിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇമാം ഇബ്നു ഹിബ്ബാൻ, അദ്ദേഹം ജനിക്കുന്നത് സിജിസ്ഥാൻ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭാഗത്തിലുള്ള സിജിസ്ഥാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇതാണ് നമുക്ക് ആദ്യകാല പണ്ഡിതന്മാരുടെ ഒരു ലിസ്റ്റ് കാണുവാൻ കഴിയുന്നത്. പിന്നീട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഈ അബ്ബാസി കാലഘട്ടത്തിന്റെ സുവർണ കാലഘട്ടത്തിലും സെൽജൂക്കുകളുടെ കാലഘട്ടത്തിലും അക്കൈനൂനികളുടെയും ഖറാഖൈനൂനികളുടെയും ഖവാറിസ്മുകളുടെയും വിവിധ മുസ്ലിം ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലും വൈജ്ഞാനിക വിപ്ലവം ഈ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡൈനാസ്റ്റിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം മൂസ അൽ ഖവാറസ്മി എന്ന് ലോകം തന്നെ അറിയുന്ന മൂസ അൽ ഖവാറസ്മി, അതായത് അദ്ദേഹം അറബി ഭാഷയിൽ മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും ജിയോഗ്രഫിയിലും ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച, ബാഗ്ദാദിൽ അവിടെ വളർന്ന അല്ലെങ്കിൽ അവിടെ ജനിച്ച, അവിടെ വൈജ്ഞാനിക സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് ഖവാറസം ഭാഗത്താണ്. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റൂളറുമാണ് ഉലുഗ് ബൈ എന്ന് പറയാ റൂളർ. അമീർ തൈമൂറിന്റെ മകനായ ഷാറൂഖ് ഖാൻ, അദ്ദേഹത്തിന്റെ മകനാണ് ഉലുഗ് ബൈ. തൈമൂരി രാജവംശത്തിന്റെ പ്രധാന റൂളറായിരിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം മാത്തമാറ്റീഷ്യനും ആസ്ട്രോണോമറും ആയിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ജിയോമെട്രിയിൽ അദ്ദേഹത്തിന്റെ വർക്കുകൾ ഉള്ളതായി ചരിത്രം പറയുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി സമർക്കന്ത് കേന്ദ്രീകരിച്ച് ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. നമുക്കറിയാം ഇമാം ഗസാലി, അദ്ദേഹം ഈ ഭാഗത്ത് തന്നെ പേർഷ്യൻ ഭാഗത്ത് ജനിച്ച ആളാണ്. അതുപോലെ തന്നെ നിസാപൂരി, ഉമർ ഖയ്യാം എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അൽ നിസാപൂരി, അദ്ദേഹവും ഇറാനി ഭാഗത്ത് ജനിച്ച കവിയായ വളരെ ഫേമസ് ആയ കവിയാണ്. അദ്ദേഹം ഒരേ സമയം തന്നെ കവിയും ഫിലോസഫറും ആസ്ട്രോണോമറും മാത്തമാറ്റീഷ്യനും കൂടിയിട്ടാണ്. പക്ഷെ നമുക്കെല്ലാവരും അറിയുന്നത് അദ്ദേഹം കവിയായിട്ടാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ കേരളത്തിൽ പോലും അയ്യപ്പ പണിക്കർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയ ഒരു കവിതയാണ് ചിന്താസുന്ദര കാവ്യവും ചിന്തിപ്പൂത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫടിക കിണ്ണവും കാന്തേയന്നരികത്തിളം തണലിൽ നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹ സ്വർഗലോകമാണോമനെ. അതായത് ജീവിതോത്സവം എന്ന് പറയുന്ന ഒരു അതിലെ 4 വരി കവിതകളിലെ ഒരു ഭാഗമാണ് ഞാൻ ചൊല്ലിയത്. അത്രയും വളരെ ഫേമസ് ആയ പണ്ഡിതനും ഫിലോസഫറുമാണ് ഉമർ ഖയ്യാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ച് വളർന്ന ഇബ്നു സീനയെ കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ടതില്ല. നമ്മളുടെ തന്നെ ഏറ്റവും കൂടുതൽ ഖുർആനിന്റെ റെഫറൻസ് ആയി മാറിയ ഇമാം റാസി, അദ്ദേഹം മരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇറാനിൽ ജനിക്കുകയും അഫ്ഗാനിൽ മരിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഖുർആൻ മുഫസ്സിറാണ് ഇമാം റാസി. അതുപോലെ തന്നെ അൽ ജസാഇരി, പിന്നെ നമുക്ക് കാണാം അൽ ബിറൂനി. ഇന്ത്യയിലെ വൈജ്ഞാനിക വിപ്ലവത്തിന് ഇസ്ലാമിക ലോകത്തു നിന്നുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് അബു റൈഹാൻ അൽ ബിറൂനി. മഹ്മൂദ് ഗസ്നവി അദ്ദേഹത്തെ കൊണ്ടുവന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. പണ്ടത്തെ ഈ സെൻട്രൽ ഏഷ്യൻ രാജാക്കന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. അവർ എവിടെയെങ്കിലും സൈനിക പര്യടനത്തിന് പോവുകയാണെങ്കിൽ പോലും ഏതെങ്കിലും പണ്ഡിതനെ കൂടെ കൊണ്ടുവരും, അത് ബലം പ്രയോഗിച്ചാണെങ്കിൽ പോലും. ആ ചരിത്രം ശരിയാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു നടപടി ഇന്നത്തെ ഇന്ത്യൻ ഇസ്ലാമിക ലോകത്തും ഇന്ത്യയുടെ തന്നെ പഠനത്തിലും സുപ്രധാനമായ ഒരു കാൽവെപ്പായിരുന്നു. അത് ഇൻഡോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന പഠനത്തിന്റെ പിതാവായി പോലും അറിയുന്നത് അൽ ബിറൂനിയാണ്. എത്നോഗ്രഫിയുടെ, ഇന്ത്യയിലെ സോഷ്യോളജിയുടെ, ഇന്ത്യയിലെ ആന്ത്രപ്പോളജിയുടെ
ഇന്ത്യയിലെ എത്നോഗ്രഫിയുടെ അടക്കമുള്ള എല്ലാ പഠനത്തിൻ്റെയും ഫൗണ്ടിങ് ഫാദറായി പോലും പണ്ഡിതന്മാർ എണ്ണുന്നത് അൽബറൂനിയാണ്. അദ്ദേഹം ജനിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തൂസി എന്നറിയപ്പെടുന്ന നാസറുദ്ദീൻ തൂസി ഇമാം ഗസാലിയുടെ ചുറ്റുപാട് തന്നെ ജനിച്ച ആളാണ്. അതുപോലെ തന്നെ അലി ഖുഷ്ജി, അദ്ദേഹം പ്രധാനപ്പെട്ട തൈമൂരി രാജവംശത്തിലെ തിയോളജിയനും പണ്ഡിതനും ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യനും ഫിസിസിസ്റ്റും എഞ്ചിനീയറും എല്ലാമായിരുന്നതായി അദ്ദേഹത്തെക്കുറിച്ച് എണ്ണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ റൂമി, അതായത് സലാഹുദ്ദീൻ മൂസ പാഷ, അദ്ദേഹത്തിന്റെ ഖാദി ഗസ റൂമി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹവും ഈ കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതന്മാരാണ്. അതുപോലെ നമുക്ക് എണ്ണാൻ പറ്റുന്ന മൗലാന റൂമി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ജലാലുദ്ദീൻ ബൽഖി എന്നാണ്. അഫ്ഗാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ കൊനിയൻ ഭാഗത്തേക്കുള്ള നിർബന്ധിത പലായനം കാരണം അന്ന് കൊനിയ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്നതുകൊണ്ട്, റോമന്റെ കീഴിലായതുകൊണ്ട് റോമൻകാരൻ എന്നുള്ള പദമുള്ള റൂമി എന്നത് തന്റെ പേരിനോട് പിൽക്കാലത്ത് ചേർക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ജലാലുദ്ദീൻ ബൽഖി എന്നാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച ആളായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ, നിരവധി മാത്തമാറ്റീഷ്യൻസ്, സയന്റിസ്റ്റുകള്, പോയറ്റ്സുകള്, ഫിലോസഫേഴ്സ് എല്ലാം സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നമുക്ക് കാണാം. ഇതിന്റെ കൂടെ നമ്മൾ ഇനി അടുത്ത ഓപ്ഷൻ എന്ന നിലയിൽ പറയാനുള്ളത്, ഇന്ത്യയുമായിട്ട് എങ്ങനെയാണ് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നത്? പ്രധാനമായും സൈനിക പര്യടനങ്ങളും രണ്ടാമതായി തസവുഫിന്റെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കുള്ള ഒഴുക്കുമാണ്. ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെയും കണക്ട് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ ഗസ്നവി ഡൈനാസ്റ്റിയാണ് ആദ്യമായി ഒരു സാമ്രാജ്യം എന്ന നിലയിൽ, സാമ്രാജ്യത്വ പര്യടനം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു ആദ്യത്തെ മുസ്ലിം ഡൈനാസ്റ്റി. ഏകദേശം 54 വർഷമെങ്കിലും പല ഘട്ടങ്ങളിലായി ഗസ്നവി ഡൈനാസ്റ്റി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. 973 മുതൽ 1027 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ഈ ഗസ്നവി ഡൈനാസ്റ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽബറൂനി ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഈ ഗസ്നവി ഡൈനാസ്റ്റികളെ ഇല്ലാതാക്കുന്നത് ഗൂർ എന്ന സെൻട്രൽ ഏഷ്യയിലുള്ള അവിടുന്ന് വന്ന ഗൂരി ഡൈനാസ്റ്റിയാണ്. അവരാണ് ഷഹാബുദ്ദീൻ ഗൂരി പോലുള്ള പ്രമുഖരായ ഒരു ഭരണകർത്താക്കളാണ് അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് മൊയ്നുദ്ദീൻ ചിഷ്തിയിൽ നിന്നുള്ള, സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള മൊയ്നുദ്ദീൻ ചിഷ്തി ഇന്ത്യയിലെത്തുന്നത്. മുഹമ്മദ് ഗൂരിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിൽ അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തോട് ചേർക്കുന്ന ഒരു വർത്തമാനമുണ്ട്, പേരിൽ മാത്രമേ മുഹമ്മദുള്ളൂ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഒരു ഗുണവുമില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭരണകൂട വിമർശനം നടത്തുന്നതായി മൊയ്നുദ്ദീൻ ചിഷ്തിയെ കുറിച്ചുള്ള ചരിത്രങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുന്നത് കാണുവാൻ കഴിയും. അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇവിടെ പ്രബോധനത്തിന് വന്ന, ഇന്ന് പിൽക്കാലത്ത് ചിഷ്തി സിൽസിലയുടെ ഫൗണ്ടറായി അറിയപ്പെടുന്ന മൊയ്നുദ്ദീൻ ചിഷ്തി പോലും എതിരിടുന്നത് അല്ലെങ്കിൽ ഭരണകൂട വിമർശനം നടത്തുന്നത് ഗൂരി ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ഗൂരിയാണ് എന്നതുപോലും വളരെ വളരെ രസകരമായ ഒരു സംഭവവും കൂടിയിട്ടാണ്. പിന്നീട് ഗൂരികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ വരുന്നത് മംലൂക്ക് ഡൈനാസ്റ്റിയാണ്. അതായത് കുത്തുബുദ്ദീൻ ഐബക്ക്, അദ്ദേഹം ജനിക്കുന്നത് കസാഖിസ്ഥാൻ ഭാഗത്താണ്, സെൻട്രൽ ഏഷ്യയിലാണ്. അദ്ദേഹം പിന്നീട് ഗൂരികളുടെ അവസാനം ഉണ്ടായിരുന്ന മുഹമ്മദ് ഗൂരിയുടെ പ്രധാനപ്പെട്ട സ്ലേവ് ആയിരുന്നു, അടിമയായിരുന്നു. പിന്നീട് ജനറലായി മാറിയ ആളാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. കുത്തുബുദ്ദീൻ ഐബക്കിനെ 1206 ആ ഭാഗത്തിന്റെ ഭരണാധികാരിയെ നിയമിച്ചിട്ട് ഗൂരികൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ലോകത്തെ മറ്റൊരു വിപ്ലവം സംഭവിക്കുന്നു. അടിമകളായ ഒരു മനുഷ്യന്മാർ ഭരണം നിർവഹിക്കുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അത് മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ചരിത്രത്തോടു കൂടിയിട്ടാണ്. അത് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ സ്ഥാപനത്തോടു കൂടിയിട്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കുക, സെൻട്രൽ ഏഷ്യയിലെ ഒരു വിഭാഗം ഇവിടെ വരികയും അടിമ രാജവംശം ഉണ്ടാവുകയും ചെയ്യുക. ഇന്ത്യൻ സോഷ്യൽ, പൊളിറ്റിക്കൽ, മതപരമായ സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം അതിന് നമ്മൾ മനസ്സിലാക്കാൻ. വിവിധ സ്ട്രാറ്റകളുള്ള, വിവിധ ജാതികളുള്ള, തൊട്ടുകൂടായ്മയുള്ള, അൺടച്ചബിലിറ്റി ഉള്ള ഒരു ലോകത്താണ് അടിമ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ ഒരു രാജവംശത്തിന്റെ സ്ഥാപകനായി മാറുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നത് ഖിൽജി ഡൈനാസ്റ്റിയാണ്. ജലാലുദ്ദീൻ ഖിൽജി അഫ്ഗാനിയാണ്.
അഫ്ഗാനിയായ ജലാലുദ്ദീൻ ഖിൽജിയാണ് ഈ മംലൂക്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ 1290 ഭരിക്കുന്നത്. അത് 1320 വരെ ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം നീണ്ടുപോകുന്നത് കാണാം. അതിനുശേഷം പിന്നീടും അടുത്ത ഭരണാധികാരിയും അവരും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്നുള്ളതാണ്. തുഗ്ലക് ഡൈനാസ്റ്റിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിനും തുർക്കിക് സെൻട്രൽ ഏഷ്യൻ പാരമ്പര്യമാണ് ഉള്ളത്. ഈ തുഗ്ലക് ഡൈനാസ്റ്റിയും ഏകദേശം 1320 മുതൽ 1413 വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റി ഇവിടെ ഉണ്ടാവുന്നത്. ആ തൊട്ടടുത്ത ഭരണകൂടമാണ് സയ്യിദി ഡൈനാസ്റ്റി. ഇത് വളരെ സവിശേഷമായ ഒരു ചരിത്ര നിമിഷമാണ്. അറബ് പശ്ചാത്തലമുള്ള സയ്യിദ് പാരമ്പര്യമുള്ള അഹ്ലു ബൈത്ത് പാരമ്പര്യമുള്ള ഒരു നേതാവ് ഹിസർ ഖാൻ എന്ന് പറയുന്ന നേതാവ്, പക്ഷെ അദ്ദേഹം വരുന്നത് സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അറബ് പാരമ്പര്യമുണ്ടെന്നും സയ്യിദി കുടുംബത്തിലാണ് ഞാനെന്നും അവകാശപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സയ്യിദി രാജവംശത്തെ ഇവിടെ സ്ഥാപിക്കുന്നത് അമീർ തൈമൂറാണ്. അമീർ തൈമൂർ തുഗ്ലക്കുകളെ പരാജയപ്പെടുത്തി അവരുടെ തന്നെ മിലിറ്ററി ജനറൽ ആയിരുന്ന ഹിസർ ഖാനെ, സയ്യിദി പാരമ്പര്യമുള്ള ഹിസർ ഖാനെ ഇവിടെ ഭരണാധികാരിയായി 1414 നിയമിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അവിടെ ഭരിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ 1414 മുതൽ 1451 വരെ സയ്യിദി രാജവംശം, ഒരു അഹ്ലു ബൈത്ത് പാരമ്പര്യമുള്ള ഒരു ഭരണകൂടം, എന്നാൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ഒരു കുടുംബം ഇവിടെ ഭരിക്കുന്നത് നമുക്ക് കാണാം. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ ലോധി ഡൈനാസ്റ്റി ഉണ്ടാവുന്നത്. 1451 മുതൽ 1526 വരെ ലോധികൾ അഫ്ഗാനിൽ നിന്ന് വന്ന ഭരണാധികാരികളാണ്. ഈ അവസാന ലോധി ഡൈനാസ്റ്റി ഭരണാധികാരിയായ ബഹ്ലുൽ ഖാൻ അവസാനം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, സിക്കന്ദർ ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ 1526 മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നു. അദ്ദേഹവും വരുന്നത് കാബൂളിൽ നിന്നാണ്. 26 വർഷത്തെ കാബൂൾ ഭരണം നയിച്ച ആളാണ് ഇന്ത്യയിലേക്ക് എത്തുകയും പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധികളെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിടുന്നത്. അത് 1857 വരെ നീണ്ടു നിൽക്കുന്നത് കാണാം. ഇത് കൂടാതെ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ആന്ധ്ര, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള രാജവംശങ്ങൾ, ബംഗാൾ കേന്ദ്രീകരിച്ചുള്ള പല രാജവംശങ്ങൾ, മറ്റു ചില കാശ്മീരിലും ചുറ്റുപാടുമുള്ള പല രാജവംശങ്ങൾക്കും ഇതേപോലെ ഇറാനി, തുർക്കിക്, പേർഷ്യൻ ട്രേസ് ചരിത്രപരമായി ബന്ധം നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഭരണത്തിന്റെ ഒരു ചരിത്രം. സെൻട്രൽ ഏഷ്യൻ, സൗത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഭരണത്തിന്റെ ഒരു ചരിത്രം. അതേസമയം തന്നെ സൂഫികളുടെ ഒരു ചരിത്രവും നമുക്ക് കാണാം. നക്ഷബന്ദി ത്വരീഖത്താവട്ടെ, നേരത്തെ പറഞ്ഞ പോലെ ചിശ്തി ത്വരീഖത്താവട്ടെ, അതുപോലെ തന്നെ സുഹ്റവർദി ത്വരീഖത്ത്, ഖാദ്രി ത്വരീഖത്ത്, ഇവരെല്ലാം പേർഷ്യൻ, സെൻട്രൽ ഏഷ്യൻ, തുർക്കിക്, ഇറാനി, അഫ്ഗാനി ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ്. ഈ ഒരു ചരിത്രം പറയുമ്പോഴാണ് കേരളത്തിൽ ഇവരുടെ ബന്ധത്തെയും നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു സയ്യിദുകളുടെ ചരിത്രം അത് തുടങ്ങുന്നത് അത് ഉസ്ബെക്കിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ബുഖാറയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഒരു സയ്യിദി കബീലയുടെ ചരിത്രമാണ്. അവരുടെ പ്രധാന ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയാണ് ആദ്യമായി ആ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത്. അവർ പ്രധാനമായും ചാവക്കാട് ഭാഗത്താണ് കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കടപ്പുറം ഭാഗത്തെ ബുഖാറ എന്ന പേരിൽ പോലും പിൽക്കാലത്ത് അറിയപ്പെട്ടു എന്നുള്ളതാണ്. അത്രത്തോളം നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ മക്കൾ, അതായത് ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മക്കളായ ഷെയ്ഖ് ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ മക്കളായ സയ്യിദ് അഹമ്മദ് ബുഖാരി, സയ്യിദ് മുഹമ്മദ് ബുഖാരി, സയ്യിദ് ബാ ഫഖറുദ്ദീൻ ബുഖാരി അടക്കമുള്ള ഇവരെല്ലാം മഹാന്മാരായ പണ്ഡിതരായിരുന്നു. ഇവരൊക്കെ ഖാദിരി ത്വരീഖത്തുമായി നല്ല കണക്ഷൻ ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഖാദിരി ത്വരീഖത്തിനും അബ്ദുൽ ഖാദർ ജീലാനിക്കും മറ്റു ത്വരീഖത്തുകളെക്കാളും പണ്ഡിതന്മാരെക്കാളും നല്ല സ്വാധീനമുണ്ടായിരുന്നതായും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബന്ധമാണ് കേരളവുമായും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. അതേസമയം പിന്നീട് എന്താണ് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ ഭാഗത്തിന് സംഭവിച്ചത് എന്നും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അറബ് മുസ്ലിങ്ങളുടെ ഇതുണ്ടാവുകയും ഈ ഭാഗങ്ങളിൽ ഉസ്മാനികൾ ചില ഭാഗങ്ങൾ കീഴടക്കാനും ശ്രമമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ഭാഗങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. 1517 ഇറാൻ കീഴടക്കുന്നത് കാണാം. ഇറാൻ എന്ന് പറയുന്നത് സഫവി ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും. അത് ഉസ്മാനികൾ കീഴടക്കുകയും ഉസ്മാനികൾ
1517 1521 ഇടയിൽ ഖിലാഫത്ത് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് 1517 ശേഷമാണ് ഉസ്മാനിയർ ഖലീഫയായി മാറുന്നത്. അതുവരെ സൽത്തനത്ത് മാത്രമായിരുന്നു. ഈ ഖിലാഫത്ത് കീഴടക്കാൻ കാരണം ഈ സഫവികളെ പരാജയപ്പെടുത്തി മക്ക മദീന തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് സഫവികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് 1736 ഈ പ്രദേശം മുഴുവൻ ഭരിച്ചിരുന്ന സഫവി ഡൈനാസ്റ്റിയെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്ന് ഇല്ലാതാക്കുകയും ആ ഭാഗം മുഴുവനും ഉസ്മാനികൾ തങ്ങളുടെ ചരിത്രത്തിലേക്കും കൊണ്ടുവരുന്നത് 1736 കാലഘട്ടങ്ങളാണ്. എന്നാൽ 1800-കൾക്ക് ശേഷം ഈ ഭാഗങ്ങളുടെ അധികാരം നഷ്ടപ്പെടുകയും USSR സാറിസ്റ്റ് ഭരണകൂടം അവിടെ ശക്തമാവുകയും, അതായത് USSRന് മുമ്പുണ്ടായിരുന്ന റഷ്യൻ എംപയർ ആ ഭാഗത്ത് ശക്തമാവുകയും അതൊക്കെയും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ 1917 കമ്മ്യൂണിസ്റ്റ് ബോൾഷെവിക് വിപ്ലവം ഉണ്ടാവുകയും സാറിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുകയും കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1926-കളിൽ ഈ പ്രദേശത്തെ മുഴുവൻ എല്ലാ പ്രദേശങ്ങളും തങ്ങളുടെ കീഴിലേക്ക് ശക്തിപൂർവ്വം പിടിച്ചെടുക്കുകയും അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രൊജക്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ പള്ളികളും മുഴുവനും അടച്ചു കളയുകയും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള ജീവിത രീതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നിട്ട് ഇതേ സോവിയറ്റ് ഭരണകൂടം അവരുടേതായ മുസ്ലിം സെൻട്രൽ ഏഷ്യ, കസാഖിസ്ഥാൻ ഭാഗങ്ങൾ ഭരിക്കുവാൻ വേണ്ടി അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തി. ഞങ്ങൾക്ക് തന്നെ ഉള്ള ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ട്, അതായത് ഒരു നിങ്ങളെ ഭരിക്കാനുള്ള ഞങ്ങളുടെ ഒരു മുസ്ലിം കാഴ്ചപ്പാട്, അതിൽ ഒരു തരത്തിലുള്ള ഡിഫൻസും പാടില്ല, റെസിസ്റ്റൻസും പാടില്ല. റെസിസ്റ്റൻസ് ഡിഫൻസ് ഒക്കെ തീവ്രവാദമായി കണക്കുകൂട്ടി ആ ഒരു തരത്തിലുള്ള ശക്തമായ നിലപാടാണ് USSR ആ ഭാഗത്ത് ചെയ്തത്. ഇതിൻ്റെ കൂടെ പരാമർശിക്കേണ്ടതാണ് ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളുടെയും ചരിത്രം. ഇന്ന് നിങ്ങൾ തുർക്കിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് സിൻജിയാങ് ഉയ്ഗുർ പ്രദേശത്തെ ഈ സെൻട്രൽ ഏഷ്യൻ തുർക്കിക് ചരിത്ര പശ്ചാത്തലമുള്ള ട്രേസുള്ള മുസ്ലിം വിഭാഗമാണ്. അതിനും നമ്മുടെ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളുമായി, നമ്മുടെ വിഷയമായ സെൻട്രൽ ഏഷ്യയുമായി നല്ല കണക്ഷൻ ഉണ്ട്. ആ ഭാഗങ്ങളെ ചൈന തങ്ങളുടെ കീഴിലേക്ക് നിർബന്ധമായി പിടിച്ചു വെക്കുകയും അവിടെ റാഡിക്കലൈസേഷൻ പ്രൊജക്ട് എന്ന പേരിൽ ഇപ്പോൾ നിലവിൽ അവരുടെ ചൈനീസ് സംസ്കാരം പഠിപ്പിക്കുകയും ഇസ്ലാമിന്റെ സംസ്കാരം തൂത്തെറിയാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും കാണാം. മുമ്പ് മുതലേ ചൈന തുടങ്ങുന്നു, ഇപ്പോൾ ദ്രുതഗതിയിൽ അത് അവർ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലും കൂടാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് USSRന്റെ പതനം സംഭവിക്കുന്നത്. 1992 സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാന ആ ഒരു കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന മിഖായിൽ ഗോർബച്ചേവ് അദ്ദേഹത്തിന്റെ ഗ്ലാസ്നോസ്റ്റ് പോലുള്ള പുതിയ രീതികൾ കൊണ്ടുവരികയും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ചില ഇളവുകൾ കൊടുക്കുകയും അവർക്ക് റിലീജിയസ് ആയ സ്കൂളിങ്ങും വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ തുറന്നു കൊടുക്കുകയും മദ്രസയും പള്ളികളും തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഇതോടുകൂടി അവിടെ ഒരു റിസർജൻസ്, നവജാഗരണം സംഭവിക്കുന്നു. ഒരുപാട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. അവരൊക്കെയും അതിദ്രുതഗതിയിൽ ശക്തി പ്രാപിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദുകൾ രൂപപ്പെടുന്നു. അത് USSRനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ വിമോചിപ്പിക്കുന്നു. പിന്നീട് അതേ അഫ്ഗാനിസ്ഥാൻ തന്നെ പരസ്പരം വാർ ലോഡുകളുടെ, യുദ്ധപ്രഭുക്കളുടെ പരസ്പരം തല്ലുകളിലേക്ക് പോകുന്നു. റഷീദ് റുസ്തം, മസൂദ് മഷ്ഹൂദ് പോലുള്ള ആൾക്കാർ പരസ്പരം തല്ലുന്നു. ഹിക്മത്തിയാറും ബുർഹാനുദ്ദീൻ പോലുള്ള മറ്റേ വിഭാഗക്കാർ, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാവുകയും എന്നാൽ പരസ്പരം തല്ലുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് താലിബാനിന്റെ ഉദയം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് താലിബാൻ ആ ഭാഗങ്ങൾ ഈ പറയുന്ന വാർലോഡുകളെ പരാജയപ്പെടുത്തി സ്വതന്ത്രമായ ഭരണം ഉണ്ടാവുകയും പിന്നീട് ഒസാമ ബിൻ ലാദന്റെ വിഷയത്തിൽ അമേരിക്ക അഫ്ഗാൻ അറ്റാക്ക് ചെയ്യുകയും അവരെ ഇല്ലാതാക്കുകയും പിന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ വീണ്ടും താലിബാൻ പിടിച്ചെടുത്ത് നിലവിൽ ഭരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അഫ്ഗാൻ മാറി. അതായത് സെൻട്രൽ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇപ്പോൾ ഒരു താലിബാൻ സ്റ്റൈൽ ഭരണം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തി. അതായത് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം USSRന്റെ കമ്മ്യൂണിസ്റ്റ് പ്രൊജക്ടിനോടുള്ള ശക്തമായ വിയോജിപ്പിന്റെ വേരാണ് ഈ തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് നയിച്ചത് എന്നും കൂടി നമുക്ക് കാണാം. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചരിത്രപരമായും അതുപോലെ തന്നെ വൈജ്ഞാനികമായും രാഷ്ട്രീയപരമായും ഇസ്ലാമിന്റെ വ്യാപനത്തിനും ആത്മീയ ചിന്തയുടെയും ഫിലോസഫിയുടെയും പോയട്രിയുടെയും
വിവിധ ശാസ്ത്രീയ മേഖലകളുടെയും വ്യാപനത്തിനും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച പ്രദേശമാണ് സെൻട്രൽ ഏഷ്യ. ആ സെൻട്രൽ ഏഷ്യയെ ഇന്ത്യക്കും നമ്മുടെ സ്വന്തം കേരളത്തിന് പോലും ഒരുപാട് സംഭാവനകളും അർപ്പിച്ചിട്ടുണ്ട്, ആത്മീയമായ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.